എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായി മാരയിലെ ആദ്യ സഫാരിയുടെ ദിനമാണ്. ഇന്നത്തെ ആദ്യ കാഴ്ചകളിലേക്ക് വരുന്നത് ആദ്യത്തെ 3 മണിക്കൂറത്തെ കാഴ്ചകൾ മാത്രമാണ്. ഒരു ദിവസത്തെ മുഴുവൻ സഫാരി കാണിക്കാൻ തരമില്ല. കാരണം മണിക്കൂറുകൾ നീണ്ട സഫാരി നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ആ കാഴ്ചയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈഡുകളായ സിംഹക്കൂട്ടങ്ങളായ ഏറ്റവും കരുത്തരായ മസായി മാരയിലെ റോങ്കായ് പ്രൈഡ് എന്ന് വെച്ചാൽ ആ വലിയ പ്രൈഡാണ് ആദ്യ കാഴ്ചയിലെത്തുന്നത്. ഒപ്പം റോങ്കായ് പ്രൈഡുകളെ ഉൾപ്പെടെ 3 വലിയ പ്രൈഡുകളെ നയിക്കുന്ന മസായി മാരയുടെ രാജാവ് റോങ്കായ് പ്രൈഡിലെ തലവനുമായ ഒലോമിന എന്ന കിടിലൻ സിംഹം. ആ സിംഹത്തിൻ്റെ കാഴ്ചകളും ആഫ്രിക്കൻ ആനകളുടെ കാഴ്ചകളും ഉൾപ്പെടെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. റോങ്കായ് പ്രൈഡുകളുടെ ആ വലിയ കാഴ്ചയിലേക്ക്, ആനക്കൂട്ടങ്ങളുടെ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായി മാരയിലെ ആ പ്രഭാതം ഇന്നു മുതലാണ് സഫാരി തുടങ്ങുന്നത്. രാവിലെ 4 മണിക്ക് തന്നെ എല്ലാവരും എണീറ്റു. റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി കുടിച്ചു. ക്യാമറയും സാധനങ്ങളും എല്ലാം എടുത്ത് സഫാരി വണ്ടിയിലേക്ക്. ലാൻഡ് ക്രൂസർ തയ്യാറെടുത്ത് നിൽക്കുന്നു. നമ്മുടെ സാരഥി ജോർജ് മുന്നിൽ തന്നെയുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ വണ്ടികളിൽ കയറി. രാവിലെ 5:45 തല്ലി ഗേറ്റിലെത്തുമ്പോൾ നേരം വെളുത്തിരുന്നില്ല. കെനിയൻ ഫോറസ്റ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് മാത്രമേ കാട്ടിലേക്ക് കയറ്റൂ. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുള്ള സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഗെയിം ഡ്രൈവുകളിൽ പങ്കെടുക്കുന്ന വണ്ടിയുടെ ഡ്രൈവറും പ്രധാനമാണ്. അവരുടെ ബന്ധങ്ങൾ പോലെയാണ് അവിടുത്തെ ചെക്കിങ്ങും. പാസ്പോർട്ടും വിസയും എല്ലാം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. ഒന്നും കാണിക്കേണ്ടി വന്നില്ല. നമ്മുടെ സാരഥി ജോർജ് ഒരു മസായി കൂടിയാണ്. ഉഗ്രൻ ഫോറസ്റ്റ് ബന്ധങ്ങളുള്ള ഒരു കിടിലൻ ഓഫ് റോഡ് ഡ്രൈവർ. ആളുടെ വൈഭവം എന്തെന്ന്, അല്ലെങ്കിൽ ആളെന്തെന്ന് നമുക്ക് വഴിയെ കാണാവുന്നതാണ്. നമ്മുടെ കാഴ്ചകൾ മുടങ്ങാതെ നിങ്ങൾ കാണുക. ഇരുട്ടിനെ കീറി മുറിച്ച് മാരയുടെ കാട്ടുമണ്ണിലേക്ക് വണ്ടി കിടക്കുമ്പോൾ ചക്രവാളത്തിൽ സൂര്യപ്രഭ സ്വർണ്ണപ്രഭയിൽ തിളങ്ങി വരുന്നുണ്ടായിരുന്നു. സവാന കാടുകളുടെ മനോഹാരിത കാണാറായിട്ടില്ല. പ്രഭയാർന്നു വരുന്ന സൂര്യക്കാഴ്ചയെ ആദ്യം കാണിച്ചുകൊണ്ട് സാരഥി ജോർജ് തുടക്കം കുറിച്ചു. ഉദയസൂര്യനും സൂര്യപ്രഭയിൽ ബാക്ക്ഗ്രൗണ്ടിൽ സാവന്ന പുൽമേടുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ആ മരവും ക്യാമറ കാഴ്ചകളിൽ കൂടി കിടിലൻ ഫ്രെയിമുകളുടെ തുടക്കം തന്നെ കുറിക്കുകയായിരുന്നു. വണ്ടി കടന്നു പോകുമ്പോൾ വശങ്ങളിൽ ചെറുജീവികൾ പലതും കടന്നു പോകുന്നുണ്ടായിരുന്നു. വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ ദൂരെ ആ കാഴ്ചയെത്തി. ആഫ്രിക്കൻ കാടുകളുടെ തലയെടുപ്പ്, ആനക്കാഴ്ചകൾ. വലിയ കൂട്ടമാണ്. ചെറുതും വലുതുമായി കുറെ എണ്ണമുണ്ട്. ആഫ്രിക്കൻ ആനകൾക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിടിയാനകൾക്കും ഇവിടെ കൊമ്പുണ്ട് എന്നത്. വലിയ ചെവികളും നീണ്ടു വളഞ്ഞ ശരീരവും എല്ലാം ഇവയുടെ പ്രത്യേകതകളാണ്. പിടിയാനകൾ നയിക്കുന്ന ആ കൂട്ടത്തിൽ ചെറിയ കൊമ്പൻ ആനകളുമുണ്ട്.
കൊമ്പുകളുള്ള പിടിയാനകൾ അവയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ട്. കൂട്ടത്തിലെ കുട്ടിക്കൊമ്പന്മാർ കുറുമ്പ് കാണിച്ചു കൊമ്പ് കോർത്തുമെല്ലാം നടക്കുന്നു. കൂട്ടത്തിലെ കുട്ടിയാന അമ്മയെ തൊട്ടുരുമി നടക്കുന്നു. സവാന കാടുകൾക്കിടയ്ക്ക് നമുക്ക് മുന്നിലുള്ളതുപോലത്തെ മരങ്ങൾ തിങ്ങിയ ചില സ്ഥലങ്ങളുമുണ്ട്. ഭൂമിയുടെ നിരപ്പിൽ നിന്ന് വ്യത്യാസമുള്ള അല്ലെങ്കിൽ വെള്ളമുള്ള ചില സ്ഥലങ്ങളിൽ മരങ്ങളുള്ള കാടുകൾ ഇവിടെ കാണാറുണ്ട്. അതുപോലുള്ള കാടുകൾക്കിടയിലേക്ക് ആനക്കൂട്ടം കടക്കുകയാണ്. സാരഥി ജോർജിന്റെ വാക്കി ടോക്കികൾ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ആനക്കാഴ്ചകൾ പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വണ്ടി പറന്നത്. എവിടേക്കെന്നോ എന്തെന്നോ അറിയില്ല. എവിടെയോ വലിയ കാഴ്ച ഒരുങ്ങുന്നു. വഴികളിൽ കൂടി അല്ല, വഴി ഇല്ലാത്തടത്ത് കൂടിയാണ് വണ്ടി പോകുന്നത്. അതെ, ആ വലിയ കാഴ്ചകൾ മുമ്പിലെത്തിയിരിക്കുന്നു. മസായിമാരെ അടക്കി വാഴുന്ന റോങ്കായ് പ്രൈഡാണ് മുന്നിലുള്ളത്. ഒലോമിന എന്ന ആണൊരുത്തൻ മുന്നിൽ നിന്ന് നയിക്കുന്ന റോങ്കായ് പ്രൈഡ് കെനിയയിലെ മസായി മാര നാഷണൽ റിസർവിലെ ആ വലിയ സിംഹക്കൂട്ടമാണിത്. പന്ത്രണ്ടോളം പെൺ സിംഹങ്ങളും ഒരാധിപത്യമുള്ള ആൺ സിംഹവും കൂടുന്നതാണ് ഈ കൂട്ടം. ഇവരുടെ വേട്ടയാടിലും അതിജീവന തന്ത്രങ്ങളും പ്രസിദ്ധമാണ്. മുന്നിലുള്ള പെൺസിംഹങ്ങൾക്കെല്ലാം ഇവനാണ് നായകൻ. ഇവരുടെ കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ള ആ വലിയ കുടുംബമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ കാഴ്ചയായത്. ഓലോമിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. മസായിമാരയുടെ ഒരു പ്രദേശം മുഴുവൻ അടക്കി വാഴുന്ന സിംഹരാജനാണിത്. 3-4ഓളം പ്രൈഡുകൾ ഇവന്റെ തന്നെ നേതൃത്വത്തിലാണ് നയിക്കുന്നത്. മസായി മാര കാടുകളെ അടക്കി ഭരിച്ച സ്കാർഫേസ് എന്ന ആ വലിയ രാജമുഖം നമ്മൾ ഓർത്തു പോവുകയാണ്. അവന് ശേഷം ഇന്ന് ഇവനാണ് ഒലോമിന. ഇരുന്നും കിടന്നുമെല്ലാമായാണ് അവിടെ നിന്ന് അവ നീങ്ങിയത്. തങ്ങളുടെ ടെറിട്ടറി അടയാളപ്പെടുത്തി നടന്നു പോവുകയാണ്. രാവിലെയുള്ള സമയമാണ് വിലപ്പെട്ടത്. കാരണം അവയുടെ വേട്ട വരെ കാണാൻ സാധ്യതയുണ്ട്. ഈ സമയം കഴിഞ്ഞാൽ അവ എവിടെയെങ്കിലും വിശ്രമിക്കാതെ കിടക്കും. അതുവരെയുള്ള അപൂർവ നിമിഷങ്ങൾ നിറവോടെ കാണുകയും പകർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. പല സ്ഥലത്ത് അവർ കിടക്കുന്നുമുണ്ട്. കുട്ടികൾ പല സ്ഥലത്ത് കളിക്കുന്നു.
നായകന്റെ എൻട്രി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു. തലയെടുത്തുള്ള ആ വരവ് ഗംഭീരമായിരുന്നു. സൂര്യപ്രഭയെ അവന്റെ രോമങ്ങൾ തിളങ്ങുന്നു. വശങ്ങൾ നോക്കി ഓരോ സ്ഥലത്തും തന്റെ ശ്രദ്ധ എത്തിച്ചുള്ള വരവ്. ഒറ്റയ്ക്കുള്ള ആ വരവ് വണ്ടികൾക്കിടയിൽ കൂടെ കൂസാതെ അവൻ കടന്നു വന്നു. നമ്മളെ മൈൻഡ് ചെയ്യാതെ അവൻ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞ ജോർജ് വണ്ടി വീണ്ടും പറപ്പിച്ചു. വണ്ടിക്ക് നേരെ വരുന്ന രീതി ക്യാമറയ്ക്ക് കിട്ടുന്നത് പോലെ വിലങ്ങിയുള്ള കിടപ്പ്. ഒലോവ്ന എന്ന നേതാവിൻ്റെ ആ വരവ് അവൻ്റെ മുഖത്ത് വെച്ചതുപോലെ ക്യാമറയെ വെച്ച് പകർത്തുമ്പോൾ മാരായിലെ ആസുലഭ കാഴ്ചയുടെ നിറവിലായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ. രണ്ട് വണ്ടികളിലായുള്ള ആ യാത്ര വെടിക്കെട്ടോടെ തുടക്കം കുറിച്ച അവസ്ഥയിലായിരുന്നു. റോങ്കായ് പ്രൈഡുകളുടെ നടത്തം തുടരുകയാണ്. തലയെടുത്തു വന്നവൻ ഒലോമിനെ കുറിച്ച് നടന്നിട്ട് ഒന്ന് വിശ്രമിക്കാൻ കിടന്നു. തൊട്ടടുത്തായി അവൻ്റെ ഭാര്യയും മക്കളും എല്ലാമുണ്ട്. കുറച്ചു മാറി അവയും വിശ്രമിക്കുന്നു. ലാൻഡ് ക്രൂസറുകൾ ചുറ്റുമുണ്ട്. നമ്മുടെ വണ്ടി അവനെ തൊട്ട് മുന്നിൽ തന്നെ എപ്പോഴുമുണ്ട്. മുന്നിൽ വിശ്രമിക്കാൻ തുടങ്ങും മുമ്പ് അവൻ ചുറ്റുവട്ടമെല്ലാം ഒന്ന് നോക്കി. തൻ്റെ സേന ചുറ്റിനുമുണ്ട് എന്ന തിരിച്ചറിവിൽ അവൻ കണ്ണടയ്ക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ ആ നോട്ടവും പ്രസക്തം തന്നെയാണ്. കൂട്ടത്തെ നയിക്കുന്നവനെന്ന നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തരെയും ആ കൂട്ടത്തിൽ കയറ്റാതിരിക്കുന്നവനെന്ന പ്രത്യേകതയും അർത്ഥവും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. തന്നോളം വളരുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തിലെ ആൺസിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് പിരിച്ചുവിടാറുമുണ്ട്. അങ്ങനെ അടുത്ത ഇടയിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 5 ആൺസിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്തിട്ടുണ്ടവൻ. ആഹാരവും അടയാളവും അതിജീവനവും എല്ലാം ഇതിന് കാരണം തന്നെയാണ്. കൂട്ടത്തിൽ ഒരുത്തൻ വളർന്നു വന്നാൽ തൻ്റെ ആഹാരത്തിനും തൻ്റെ ടെറിട്ടറിക്കും ജീവനും വരെ ഭീഷണിയാവുന്ന സത്യത്തിൽ നിന്ന് തന്നെയാണ് ഇവൻ്റെ ഈ തിരിച്ചറിവും
അതുങ്ങളെ ആ കൂട്ടത്തിൽ നിന്ന് ഓടിക്കുന്നതുമല്ല. കൂട്ടത്തിലെ പെൺസിംഹങ്ങൾ നടപ്പ് തുടങ്ങിയിരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. കുറച്ച് മാറിയായി ടോപ്പി എന്ന ജീവികൾ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള ആൺ നീൽഗായികളെ അനുസ്മരിക്കുന്ന ശരീരപ്രകൃതിയുള്ള ജീവി. കൂടെ വൈൽഡ് ബീറ്റ്സും ഇമ്പാലകളും എല്ലാം ഉണ്ട്. ഇവയെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാവുന്നതാണ്. സിംഹങ്ങൾ മുന്നിലുള്ളപ്പോൾ എന്ത് മറ്റ് ജീവികളെന്ന ഭാവമാണ് എല്ലാവരിലും. മറ്റ് കാഴ്ചകൾ ഒന്നും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. വലിയ ഉറക്കത്തിലേക്ക് കടക്കാതെ കൂട്ടത്തിന്റെ തലവന് നടപ്പ് തുടങ്ങിയിരിക്കുന്നു. ഈ വരവ് അറിഞ്ഞാവണം ജീവികൾ ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ലാൻഡ് ക്രൂസറുകളെ വകഞ്ഞു മാറ്റി എന്നതുപോലെ ഒലോമിന കടന്നു വരികയാണ്. ഈ കാഴ്ചകൾ ഏവരും പകർത്തിക്കൊണ്ടിരുന്നത്. ഒലോമിനയുടെ ആ വരവിൻ്റെ അടുത്ത വശത്തെ കാഴ്ചകൾ പകർത്താൻ വേണ്ടി ഞങ്ങൾ അടുത്ത വഴിയിലേക്ക് കടന്നു. ചെളിയുള്ള ഒരു സ്ഥലം വഴിയാണ് വണ്ടി കടന്നത്. നമ്മുടെ വണ്ടിയുടെ വീലുകൾ പിടിക്കാതെ വന്നു. അവിടെ കിടന്നൊന്ന് കറങ്ങി. ഞങ്ങളെല്ലാവരും ആ കാട്ടിൽ തന്നെ ഇറങ്ങി. തൊട്ടടുത്ത് ഒലോമിനായും റോങ്കായി പ്രൈഡും എല്ലാം ഉണ്ട് എന്ന് ഓർക്കണം. നമ്മുടെ സാരഥി ജോർജിൻ്റെ ഒരു മാസ് ഡ്രൈവിങ്ങിൽ കൂടെ വണ്ടി അവിടെ നിന്ന് കടന്നു കയറി. ഈ സമയം റോങ്കായി പ്രൈഡ് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് വിശ്രമത്തിലേക്ക് കടന്നു. രാവിലത്തെ ഭക്ഷണത്തിലുള്ള സമയമായിരിക്കുന്നു. സിംഹക്കൂട്ടങ്ങൾ കിടക്കുന്നതിനപ്പുറത്തായി കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. വലതുവശത്ത് റോങ്കായി പ്രൈഡുകൾ വിശ്രമിക്കുന്നു. താഴെ ഒഴുക്കില്ലാത്ത മാരയുടെ ഒരു കൈവഴി. ആ കൈവഴിയിൽ കൂടെ മുതലകൾ നീങ്ങുന്നു. അതിനു മുന്നിൽ കൂടെ ഹിപ്പോയുടെ കിടിലൻ എൻട്രി. വലതുവശത്തെ കാട്ടിൽ വൈൽഡ് ബഫലോസ് ഉണ്ട് എന്ന് ജോർജ് പറഞ്ഞു. ചുറ്റോടു ചുറ്റും വന്യജീവികളുടെ സാന്നിധ്യത്തിൽ പ്രഭാത ഭക്ഷണം. വണ്ടിയുടെ മുൻവശത്ത് വലിയ ഷീറ്റുകൾ വിരിച്ച് റിസോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ നിരത്തി വെച്ചു. കിടിലൻ ഭക്ഷണമായിരുന്നു. ഭക്ഷണം കഴിക്കലും ഫോട്ടോ എടുക്കലും എല്ലാം തകൃതിയായി നടക്കുന്നു. മാരയിലെ ഈ ദിനത്തിലെ മുഴുവൻ കാഴ്ചകൾ കാണിക്കുവാൻ തരമില്ല. ആദ്യ ദിനത്തിലെ ആദ്യ മണിക്കൂറുകൾ മാത്രമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ആ കാഴ്ചകൾ അവസാനിക്കുകയാണ്. മസായി മാരയിലെ മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചകളായി എത്തിക്കുന്നതാണ്. ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മസായി മാര വിരുന്നൊരുക്കുന്നു. ഞങ്ങൾക്കൊപ്പം അവിടെ ചെന്ന് ആ കാഴ്ചകൾ കാണുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ MTI.